Hello friends, welcome to 𝙑𝙤𝙀𝙧𝙀 ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഒരു കമ്പാരിസൺ ആണ്. നമുക്കിപ്പോൾ അറിയാം പേ ലെറ്റർ കാർഡ്സുകൾ ഇപ്പോൾ മെയിനായിട്ട് ഫേമസ് ഇറങ്ങിയിരിക്കുന്നതും അതുപോലെ പോപ്പുലറായി നിൽക്കുന്നതും സ്ലൈസ് കാർഡും യൂണിക് കാർഡും പോസ്റ്റ് പേ കാർഡാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ തന്നെ നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സും അതുപോലെ നമ്മുടെ വ്യൂവേഴ്സ്ക്ക് കുറേ കമൻറ്റൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ ആക്ച്വലി പോസ്റ്റ് പേ കാർഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പോസ്റ്റ് പേ കാർഡ് എൻ്റെ കയ്യിൽ കുറേ കാലമായിട്ട് ഉണ്ട്. പിന്നെ എൻ്റെ കസിൻസ് സ്ലൈസ് കാർഡും സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പോസ്റ്റ് പേ കാർഡ്. പിന്നെ നമുക്ക് ബാക്കിയുള്ള കാർഡുകളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എന്താ കമ്പാരിസൺ എന്ന് നമുക്ക് നോക്കി നോക്കാം. പിന്നെ കുറേ പേര് ചോദിച്ച കമ്പാരിസനാണ് സ്ലൈസ് കാർഡും യൂണിക് പേ കാർഡും വൺ കാർഡും തമ്മിൽ എന്താ ഡിഫറൻസ്. ശരിക്കും ആക്ച്വലി രണ്ട് കാറ്റഗറിയാണ്. വൺ കാർഡ് എന്ന് പറയുന്നത് നോർമൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡാണ്. ക്രെഡിറ്റ് കാർഡ് നമുക്ക് ഈ സംഭവം നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനെക്കുറിച്ച് പറയാം. അപ്പോൾ സ്ലൈസ് കാർഡും പോസ്റ്റ് പേ കാർഡും അതുപോലെ യൂണിക് കാർഡ് എന്നൊക്കെ പറയുന്നത് ഒരു പേ ലെറ്റർ കാർഡുകളാണ്. പേ ലെറ്റർ കാർഡ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ലൈൻ കാർഡുകളാണ്. വേറെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആക്ച്വലി ക്രെഡിറ്റ് കാർഡ് കിട്ടാത്തവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്രെഡിറ്റ് കാർഡ് പോലത്തെ ശരിക്കും ഒരു 90% 80% ഒക്കെ ഫീച്ചേഴ്സൊക്കെ സെയിം തന്നെയാണ്. പക്ഷേ ഇതൊരു ശരിക്കും ഇത് പക്ഷേ ആക്ച്വലി മെയിൻ ഡിഫറൻസ് വരുന്നത് വെച്ചാൽ നമുക്കിത് പ്രൊവൈഡ് ചെയ്യുന്നൊരു ഫിൻടെക് കമ്പനി ആയിരിക്കും, എൻ അസോസിയേഷൻ വിത്ത് എ ബാങ്ക് ആയിരിക്കും. അതായിരിക്കും ഇതിൻ്റെ മെയിൻ ഡിഫറൻസ് വരിക. പിന്നെ നമുക്ക് തിരിച്ചടവ് അടക്കുന്നതിൻ്റെ വാലിഡിറ്റി ഡേറ്റിലില്ലേ, അതേപോലെ ഒരു നമുക്കിപ്പോൾ നോർമൽ ക്രെഡിറ്റ് കാർഡിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് നമുക്ക് 48 50 to 55 ഡേയ്സ് ഒക്കെ നമുക്ക് കിട്ടും. ഇതിലാണെങ്കിൽ നമുക്കൊരു 30-35 ഡേയ്സ് ഒക്കെ കിട്ടുള്ളൂ. എന്ന് വെച്ചാൽ നമുക്കിതിൽ പേ ലെറ്റർ കാർഡുകളാണെങ്കിൽ നമുക്കൊരു 30 ഡേയ്സ് കഴിഞ്ഞാൽ നമുക്ക് ബിൽ ജനറേറ്റ് ആയിട്ട് പിന്നെ നമുക്ക് ബില്ല് പേ ചെയ്യാൻ ഒരു 5 ഡേയ്സേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഒരു 30 ഡേയ്സ് കഴിഞ്ഞാൽ നമുക്ക് 35 ഡേയ്സിനുള്ളിൽ നമുക്ക് പേ ചെയ്യണം. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ബിൽ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 20-25 ഡേയ്സ് ഒക്കെ നമുക്ക് ഇടയിൽ ഗ്യാപ്പ് കിട്ടും പേ ചെയ്യാൻ. അതാണ് പിന്നെ മെയിൻ ഡിഫറൻസ് വരുന്നത്. പിന്നെ നമുക്കിപ്പോൾ സ്ലൈസ് കാർഡും പോസ്റ്റ് പേ കാർഡിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് എൻ്റെ പോസ്റ്റ് പേ കാർഡ്. നമ്മളതിനെക്കുറിച്ച് ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പോസ്റ്റ് പേ കാർഡ് ആക്ച്വലി എന്താ പറയുക, ഇവരുടെ ബാങ്കിങ് പാർട്ണർ എന്ന് പറയുന്നത് SBM ബാങ്കാണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൗറീഷ്യസ്. അതുപോലെ ഇപ്പോൾ എന്താ പറയുക ഈ പോസ്റ്റ് പേ സ്ലൈസ് കാർഡാണെങ്കിലും ഇപ്പോൾ യൂണിക് കാർഡാണെങ്കിൽ യൂണിക് കാർഡ് ആദ്യം പക്ഷേ RBI ബാങ്കായിട്ട് ടൈപ്പ് ആയിരുന്നു. പിന്നെ അതൊരു മാറിപ്പോൾ SBM ബാങ്ക് തന്നെ ആയിട്ടുണ്ട്. അതുപോലെ സ്ലൈസ് കാർഡും SBM ബാങ്ക് തന്നെയാണ് കേട്ടോ. ബാങ്കിങ് പാർട്ട്നേഴ്സ് ഫുള്ള് ഇവരുടെ SBI ബാങ്കാണ്. കാർഡും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇവർ തന്നെയാണ്. ഇവർ ശരിക്കും ആക്ച്വലി നമുക്ക് പറയുന്നത് ശരിക്കും ക്രെഡിറ്റ് ലൈൻ നോക്കുന്നില്ല എന്നൊക്കെയാണ് ഇവർ ആക്ച്വലി അഡ്വർടൈസ്മെൻറ്റ് മാർക്കറ്റൊക്കെ ചെയ്യുന്നത്. ശരിക്കും ആക്ച്വലി ഒരു ക്രെഡിറ്റ് ലൈൻ നമ്മുടെ നോക്കുന്നുണ്ട്. മോസ്റ്റ്ലി നോക്കുന്നത് സിബിലല്ല, പക്ഷേ ക്രിഫ് അങ്ങനത്തെ കുറേ ക്രെഡിറ്റ് ലൈൻ ഉണ്ട്. ക്രിഫ് ഉണ്ട്, എക്സ്പീരിയൻ ഉണ്ട്, അങ്ങനെ കുറേ സംഭവമുണ്ട്. ക്രിഫ് ലൈൻ നോക്കിയാണ് മോസ്റ്റ്ലി അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. വെച്ചാൽ ശരിക്കും ഇത് ആക്ച്വലി 18 above ഉള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാനാണ് അവർ പറയുന്നത് ശരിക്കും. പക്ഷേ തീരെ ട്രാൻസാക്ഷൻ ഇല്ലാത്തതും ക്രെഡിറ്റ് ഹിസ്റ്ററി ഇല്ലാത്തവർക്കൊന്നും മാക്സിമം കിട്ടാൻ ചാൻസ് കുറവാണ്. പിന്നെ യൂണിക് കാർഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിപ്പോഴും ബീറ്റാ സെയിലാണ്. അപ്പോൾ അത് മോസ്റ്റ്ലി എല്ലാവർക്കും കിട്ടാൻ ചാൻസ് ഇല്ല. സ്ലൈസ് കാർഡ് പക്ഷേ മോസ്റ്റ്ലി ഒരു അപ്ലൈ ചെയ്യുന്ന ഒരു 60-70% ആൾക്കാർക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ മെയിൻ ഡിഫറൻസ് നമുക്ക് എന്തായാലും ആദ്യം തന്നെ നമുക്ക് പോസ്റ്റ് പേ കാർഡിലേക്ക് വരാം. അപ്പോൾ പോസ്റ്റ് പേ കാർഡ് എന്ന് പറയുന്നത് ഭാരത് പേ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. ഭാരത് പേ കുറേ കാലമായിട്ടുള്ളതാണ്. ഭാരത് പേ നമുക്ക് ഈ UPI ആയിട്ട് തുടങ്ങിയതൊരു ബ്രാൻഡാണ്, ഇന്ത്യൻ ബ്രാൻഡാണ്. അപ്പോൾ അവർ തുടങ്ങിയതാണ് ഇപ്പോൾ പോസ്റ്റ് പേ എന്ന് പറഞ്ഞൊരു കാർഡ്. അപ്പോൾ പോസ്റ്റ് പേ എന്ന പേരിൽ തന്നെ ഉണ്ട് പേ ലേറ്റർ, അതാണ് പോസ്റ്റ് പേ എന്ന് വെച്ചാൽ. പോസ്റ്റ് പേ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പേ ചെയ്യാം, അതാണ് ഇപ്പോൾ പേ ചെയ്യാണ്ട് അവരുടെ ടാഗ് ലൈൻ തന്നെ അങ്ങനെയാണ്. ആക്ച്വലി ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് SBM ബാങ്ക് തന്നെയാണ്. എവിടെയോ കത്തിക്കുന്നുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. അതാണ് ബ്രീത്തിങ് സംഭവം കുഴപ്പം വരുന്നുണ്ട്. കാരണം ഇപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിടുന്നത് ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇത് SBM ബാങ്ക് തന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ശരിക്കും ആക്ച്വലി ഒരു കസ്റ്റമർ കെയർ അറ്റ് sbmbank.co.in മാത്രമേ ഉള്ളൂ. വേറെ ബാങ്ക് നമ്പേഴ്സും കസ്റ്റമർ കെയർ നമ്പറൊന്നും ഇല്ല. അത് യൂണിക് കാർഡിൽ മാത്രമേ ഉള്ളൂ കസ്റ്റമർ നമ്പറും അതുപോലെ സംഭവങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. അത് സ്ലൈസ് കാർഡിലും ഇല്ല. ബാക്കിലാണ് നമുക്ക് നമ്പർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് ശരിക്കും നമുക്ക് NFC കാർഡാണ്, എല്ലാം NFC കാർഡാണ്. എല്ലാവരും വൈഫൈ എന്ന് പറയുന്നെങ്കിലും ശരിക്കും ഇത് NFC ആണ്. എന്താ പറയുക, ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഇനി അടുത്ത് വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് NFC. നിങ്ങൾ എന്തായാലും ഫോണിലും കാര്യങ്ങളൊക്കെ കണ്ടായിരിക്കും, വാച്ചുകളിലൊക്കെ കണ്ടായിരിക്കും, സാംസങ് വാച്ചിലും ആപ്പിളിൻ്റെ വാച്ചിലും ഒക്കെ ആയിട്ട്. അപ്പോൾ അത് വൈഫൈ അല്ല ശരിക്കും. എല്ലാവരും കടക്കലൊക്കെ പോയി കഴിഞ്ഞാൽ വൈഫൈ ഉണ്ടോ എന്നാണ് ചോദിക്കുക. പക്ഷേ വൈഫൈ അല്ല, NFC ആണ്. അപ്പോൾ NFC കാർഡാണ് എല്ലാം വരുന്നത്. അപ്പോൾ നിങ്ങൾക്കത് അങ്ങനെ ടാപ്പ് ചെയ്ത് പേ ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നമുക്കത് ഓഫ് ചെയ്യാനോ ഓൺ ചെയ്യാനൊക്കെ ഫീച്ചർ നമുക്ക് കാർഡിൻ്റെ ആപ്പിൽ തന്നെ ഉണ്ട്. പോസ്റ്റ് പേയുടെ കാർഡിൻ്റെ ആപ്പ് അത്യാവശ്യം നല്ല ആപ്പ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ ആക്ച്വലി ഇപ്പോൾ 2-3 മാസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, പ്രോബ്ലങ്ങളൊന്നുമില്ല. ക്രെഡിറ്റ് ലിമിറ്റ് നമുക്ക് ഇത് ആക്ച്വലി ഇതിൻ്റെ അപ്ലൈ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് നമ്മുടെ പാൻ കാർഡ്, ആധാർ കാർഡ്, KYC ഇതൊക്കെ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഈ ആപ്പിൽ പോയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെരിഫൈ ചെയ്തിട്ട് നമുക്ക് എലിജിബിൾ ആണെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് ഒരു ക്രെഡിറ്റ് ലിമിറ്റ് തരും. അപ്പോൾ തന്നെ വെർച്വൽ കാർഡ് ആക്റ്റീവ് ആവുകയും ചെയ്യും. നമുക്കൊരു 1 to 1.5 വീക്കിനുള്ളിൽ തന്നെ നമുക്ക് കാർഡ് മെയിൽ ചെയ്ത് കിട്ടും കേട്ടോ. മെയിലല്ല ആക്ച്വലി, മെയിൽ തന്നെ പോസ്റ്റിൽ കിട്ടും.
അങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ വരുന്നത്. ശരിക്കും 18 അപ്പോൾ എല്ലാവർക്കും അപ്ലൈ ചെയ്യാനവർ പറയുന്നത്, സ്റ്റുഡൻസിനൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നത്. ശരിക്കും ഞാൻ പറഞ്ഞ പോലെ ശരിക്കും ഇത് എക്സ്പീരിയൻസ് ഒരു ക്രെഡിറ്റ് സിബിൽ സ്കോർ ശരിക്കും ഒരു ആക്ച്വലി ഒരു നോക്കും. സിബിലല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രിഫ് സ്കോർ നോക്കിയിട്ട് അവർ. അപ്പോൾ മോസ്റ്റ്ലി അതുപോലെ 70% ആൾക്കാർക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ ഞാൻ ആക്ച്വലി നേരത്തെ പറഞ്ഞ പോലെ തന്നെ കസ്റ്റമർ കെയർ എന്ന് പറയുന്നത് ഇമെയിൽ ഓൺലിയാണ്, ഇമെയിൽ ഫ്രണ്ട്ലി ഓൺലിയാണ്. ഇപ്പോൾ നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ ഇമെയിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ഇന്ന് കാലത്ത് നമ്മളൊരു 9 മണിക്ക് ഇമെയിൽ അയച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു ഉച്ചയാകുമ്പോഴേക്കും തന്നെ അവർ റിപ്ലൈ കിട്ടും. അത്രയ്ക്ക് ഒരു പ്രോംപ്റ്റ് ഒരു റിപ്ലൈ. അങ്ങനെ ഒരു കാര്യം ഉണ്ട് കേട്ടോ. അതങ്ങനെ ഒരു കാര്യം നമ്മളിപ്പോൾ സ്ലൈസ് കാർഡ് യൂണിക്കാർഡ് വെച്ച് നോക്കുമ്പോൾ ഇവരുടെ കുറച്ചും കൂടി ഫാസ്റ്റാണ് റിപ്ലൈ. സ്ലൈസ് കാർഡും അത്യാവശ്യം റിപ്ലൈ കൂടുതലാണ്, പക്ഷേ ഇവരെ അത്ര ഫാസ്റ്റ് ഒന്നുമല്ല. യൂണിക്കാർഡും ഒരു ആവറേജ് തന്നെയാണ്, ഇവരെ പോലെ നോക്കിക്കഴിഞ്ഞാൽ ഇവർ തന്നെയാണ്. പക്ഷേ യൂണിക്കാർഡിന് അവർക്ക് വാട്സാപ്പ് നമ്പറും സംഭവങ്ങളൊക്കെ അവരുടെ കാർഡ് നമ്പറിൽ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഫീച്ചേഴ്സാണ് അവർ വരുന്നത്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇപ്പോൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കാർഡുകളൊക്കെ എല്ലാം സ്ലൈസ് കാർഡ് ആവട്ടെ, പോസ്റ്റ് പേ കാർഡ് ആവട്ടെ, യൂണിക്കാർഡ് ആവട്ടെ, നമുക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മാസം 1-ാം തീയതി തൊട്ട് 30-ാം തീയതി വരെ നമ്മൾ പേ ചെയ്ത സാധനം 31-ാം തീയതി ആകുമ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ജനറേറ്റ് ആകും. ആപ്പിൽ നമുക്ക് മെസ്സേജും ഇമെയിലും കാര്യങ്ങളൊക്കെ വരും. അത് നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ആ എമൗണ്ട് ഇപ്പോൾ നമ്മൾ 5000 രൂപ സ്പെൻഡ് ചെയ്തു, അപ്പോൾ 5000 രൂപ ഡയറക്റ്റ് ഫുൾ അടയ്ക്കാം. അല്ലെങ്കിൽ നമുക്കത് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാം. 3 മാസത്തെ EMI നമുക്ക് നോ കോസ്റ്റ് EMI ആണ് വരുന്നത്. അത് പോസ്റ്റ് പേ. അതിപ്പോൾ വ്യത്യാസം എന്താ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് യൂണിക്കാർഡിലാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ആക്ച്വലി 3 മന്തിൻ്റെ മാത്രമേ ഉള്ളൂ. ശരിക്കും യൂണിക്കാർഡ് എന്ന് പറയുന്നത് തന്നെ 1/3 ആണ്. യൂണിക്കാർഡ് 1/3 ആണെന്ന് പറയുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു 6000 രൂപയുടെ കാർഡ് ഇപ്പോൾ ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് 2000 വെച്ചിട്ട് നമുക്ക് 3 മാസത്തേക്ക് അടച്ചാൽ മതി. പക്ഷേ ഇപ്പോൾ അതിന് ഒരു ബീറ്റ സ്റ്റേജിലായതുകൊണ്ട് തന്നെ നമുക്കത് 3 EMI 3 മന്ത്സിൽ മാത്രമേ നമുക്ക് ഓഫർ കിട്ടുന്നുള്ളൂ. പക്ഷേ കമ്മിങ് സൂണാണ് 6 മാസം, 3 മാസം, 18 മാസം വരെ EMI ഓഫർ വരുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് പോസ്റ്റ് പേ കാർഡിലും സ്ലൈസ് കാർഡിലും അത് ഇപ്പോഴും അവൈലബിൾ ആണ്. നമുക്ക് 3 മാസം, 6 മാസം, 9 മാസം, 12 മാസം വരെ നമുക്ക് വേണമെങ്കിൽ EMI കൺവേർട്ട് ചെയ്യാം. പക്ഷേ ഇൻട്രസ്റ്റ് വരും, ചെറിയൊരു പ്രോസസ്സിംഗ് ചാർജും കാര്യങ്ങളൊക്കെ വരും ചെയ്യട്ടെ. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഈ എല്ലാ കാർഡിലും നമുക്ക് യൂണിക്കാർഡിൽ ഒഴിച്ച് ബാക്കി 2 സ്ലൈസ് കാർഡിലും പോസ്റ്റ് കാർഡിലും നമുക്ക് നമ്മുടെ ഈ ക്രെഡിറ്റ് ലിമിറ്റ് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് നമ്മുടെ ഈ ആപ്പിൽ നിന്ന് തന്നെ സെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിനുള്ള ഓപ്ഷൻ നമുക്ക് കാർഡിൽ തന്നെ തന്നിട്ടുണ്ട്. പക്ഷേ ഒരു പ്രോസസ്സിംഗ് ചാർജും ഇൻട്രസ്റ്റ് ചാർജും ചെറിയൊരു എമൗണ്ട് വരും. എത്രയോ 2%, 1% സംതിങ് വരും. വലിയ നോക്കിക്കഴിഞ്ഞാൽ വലിയ എമൗണ്ട് ഒന്നും വരുന്നില്ല, എന്നാലും ചെറുതായിട്ട് വരുന്നുണ്ട്. പക്ഷേ ആവശ്യത്തിന് വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം. ഈസിയായിട്ട് തന്നെ നമുക്ക് കാർഡിൽ കൂടെ തന്നെ ട്രാൻസ്ഫർ ചെയ്യാം. അത് യൂണിക്കാർഡിൽ വന്നിട്ടില്ല. യൂണിക്കാർഡ് ബീറ്റ സ്റ്റേജിലാണ്, അതുകൊണ്ടായിരിക്കണം. അവരിപ്പോൾ കാര്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ RBL ആയിട്ട് ടൈപ്പ് ആയിരുന്നു. പിന്നെ അത് SBI ബാങ്കായി, അങ്ങനെ കുറച്ച് പ്രോബ്ലമായിട്ട് ഇരിക്കുക. പക്ഷേ ഇപ്പോൾ അത് ബീറ്റ സ്റ്റേജിൽ അവരുടെ ആപ്പും ബീറ്റ സ്റ്റേജിൽ തന്നെയാണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കോള് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇടയിൽ ഒരു കോള് വന്നായിരുന്നു. അപ്പോൾ ആക്ച്വലി ഇനി നമുക്ക് ആപ്പിൻ്റെ ഫീച്ചേഴ്സ് പറയാം. ആപ്പിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ യൂണിക്കാർഡിൻ്റെ കുറച്ച് ഡിഫറൻ്റ് ആണ്. യൂണിക്കാർഡ് അധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും എനേബിൾ ആയിട്ടില്ല. ബാക്കി 2 പോസ്റ്റ് പേ കാർഡും സ്ലൈസ് കാർഡും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഈക്വലാണ്. നമുക്ക് NFC സപ്പോർട്ട് ഉണ്ട്, ഓൺലൈൻ ട്രാൻസാക്ഷൻ ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാനുള്ള ഫീച്ചർ ഉണ്ട്, ഓഫ്ലൈൻ ട്രാൻസാക്ഷൻ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഒറ്റ കാർഡിന് നമുക്ക് ATM ഫീച്ചർ ഇല്ല കേട്ടോ. ATM നമുക്ക് പോയിട്ട് കാർഡ് എടുക്കാൻ സംഭവമൊന്നും പറ്റില്ല. അതാണ് നമുക്ക് മെയിനായിട്ട് നമുക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ വേറൊരു ഡിഫറൻസ് കമ്പാരിസൺ ചെയ്യുമ്പോൾ. ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് ATM പോയിട്ട് കാശ് എടുക്കാൻ പറ്റും, പക്ഷേ ഇതിന് പറ്റില്ല. ഇത് പേ ലേറ്റർ കാർഡാണ്. അപ്പോൾ അതാണ് വേറൊരു ഡിഫറൻസ് വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പോലത്തെ പറഞ്ഞാൽ നമുക്കിപ്പോൾ ക്യാഷ് ബാക്കിൻ്റെ കാര്യം പറഞ്ഞാൽ 1% ക്യാഷ് ബാക്കാണ് രണ്ടും തരുന്നത്. നമുക്ക് അത് ഫുൾ എമൗണ്ട് അടച്ചു കഴിഞ്ഞാലാണ് ക്യാഷ് ബാക്ക് കിട്ടുന്നത്. ഞാൻ പിന്നെ കാര്യം ഒരു നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പോസ്റ്റ് പേ കാർഡിൽ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2-3 മാസമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മന്ത് യൂസ് ചെയ്തപ്പോൾ നമുക്ക് എല്ലാ ട്രാൻസാക്ഷനും ക്യാഷ് ബാക്ക് കിട്ടാറുണ്ട്. പക്ഷേ പിന്നെ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ ക്യാഷ് ബാക്കുകളൊന്നും വരുന്നില്ല. അത് എന്താ സംഭവം എന്നറിയില്ല. ഞാൻ ഒരു മെയിലൊക്കെ കൺവേർട്ട് ചെയ്ത് നോക്കി. അപ്പോൾ അവർ പറയണത് ശരിക്കും എല്ലാത്തിനും 1% കൺവേർഷൻ ട്രാൻസാക്ഷൻ ഫീ എന്താ വെച്ചാൽ എല്ലാത്തിനും നമുക്ക് 1% വരെ ക്യാഷ് ബാക്ക് ഉണ്ടെന്നാണ്. പക്ഷേ ക്രെഡിറ്റ് ആവുന്നില്ല. പക്ഷേ ആദ്യത്തെ ഫസ്റ്റ് മന്തൊക്കെ കറക്റ്റായിട്ട് നമ്മളിപ്പോൾ ഒരു 200-300 ഒക്കെ ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് അതിൻ്റെ ക്യാഷ് ബാക്ക് അതിൽ ആപ്പിൽ വരും. പക്ഷേ ഇപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും 0 ക്യാഷ് ബാക്ക് എന്നൊരു മെസ്സേജ് വരും. അത് എന്താ സംഭവം എന്നറിയില്ല. എന്താ വെച്ചാൽ ഒരു ഫിൻടെക് കമ്പനി ഇവർ നമുക്ക് അത്രയ്ക്ക് പ്രതീക്ഷിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ കാർഡുകൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. എന്ന് വെച്ചാൽ ഇത് ശരിക്കും ക്രെഡിറ്റ് കാർഡുകളല്ല. നമുക്ക് ഈ കാർഡ് എടുക്കുമ്പോൾ നമ്മുടെ സിബിൽ സ്കോറിലും സ്ഥാനത്തിലൊക്കെ ഒരു പേഴ്സണൽ ലോണായിട്ടാണ് വരിക. അപ്പോൾ നിങ്ങൾ ഇത് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. ഹെൽപ്ഫുൾ ആണെന്ന് ചോദിച്ചാൽ ഹെൽപ്ഫുൾ ആണെന്ന് വെച്ചാൽ ക്രെഡിറ്റ് കാർഡ് കിട്ടാത്തവർക്ക് ഹെൽപ്ഫുൾ ആണ്. പക്ഷേ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. ക്രെഡിറ്റ് ലിമിറ്റ്സ് സൂക്ഷിച്ച് വയ്ക്കുക. ആവശ്യമില്ലാത്തപ്പോൾ കാർഡ് ഓഫ് ചെയ്ത് വെക്കുക. എല്ലാ സാധനവും ഓഫ് ചെയ്ത് വെക്കുക. എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ഒരു വ്യൂവേഴ്സ് കുറച്ച് ദിവസം മുമ്പ് തന്നെ അവരുടെ സ്ലൈസ് കാർഡിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ലൈസ് കാർഡ് അവരുടെ 70,000 രൂപ എന്തോ ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അത് ഹാക്കായിട്ട് ഫോൺ ഹാക്കായിട്ടോ നമ്മുടെ ഈ കൂട്ടുകാരൻ പറയുന്നത് ശരിക്കും അവർ
അവർ സ്ലൈസ് കാർഡിൻ്റെ കമ്പനിക്കാർ തന്നെ ആർക്കോ ഇത് കൊടുത്തിട്ട് അവരെ ക്രെഡിറ്റ് ലിമിറ്റ് ഫുൾ എടുത്തു. ഇപ്പോൾ അവർ ഫുൾ വിളിച്ചുകൊണ്ടിരിക്കുക ക്രെഡിറ്റ് ലിമിറ്റ് അടയ്ക്കാൻ വേണ്ടിയിട്ട്. അവർ റിപ്പോർട്ട് ചെയ്തിട്ട് ഇവരൊന്നും പറയുന്നില്ല. പോലീസിൽ നമ്മൾ കംപ്ലയിൻറ്റ് തന്നെ സിബിൽ നമ്മൾ സൈബർ ക്രൈമിൽ കംപ്ലയിൻറ്റ് തന്നെ ഒന്നും ആയിട്ടില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനത്തെ ന്യൂസ് ക്രെഡിറ്റ് കാർഡിലും വന്നിട്ടുണ്ട്. ക്രെഡിറ്റ് കാർഡിൻ്റെ ക്രെഡിറ്റ് ലിമിറ്റ് ഹാക്ക് ചെയ്ത് പോകുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളിത് മാക്സിമം കാർഡ് ഓഫ് ചെയ്ത് വയ്ക്കുക, കാർഡിൻ്റെ ഫീച്ചേഴ്സ് ഫുൾ ഓഫ് ചെയ്ത് വയ്ക്കുക, അതിൻ്റെ മെസ്സേജൊക്കെ വരുന്നത് സൂക്ഷിച്ച് വയ്ക്കുക. അതുപോലെ തന്നെ ഈ ഓഫ് ചെയ്ത് തന്നെ മെസ്സേജ് സൂക്ഷിച്ച് വയ്ക്കുക, അതാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ കാർഡ് ഒന്നും ഷെയർ ചെയ്യാണ്ടിരിക്കുക, അതാണ് നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത്. പിന്നെ മാക്സിമം നമുക്ക് ഹൈ ക്രെഡിറ്റ് ലിമിറ്റൊക്കെ കിട്ടുകയാണെങ്കിൽ തന്നെ അത് അപ്രൂവ് ചെയ്യാണ്ടിരിക്കുക, അങ്ങനെ രക്ഷയുള്ളത് നമുക്ക് വേറെ. എനിക്ക് പോസ്റ്റ് പേ കാർഡിൽ അത്ര ഹൈ ക്രെഡിറ്റ് ലിമിറ്റ് ഒന്നും ഇല്ല. അപ്പോൾ ഞാനത് ആക്ച്വലി എടുത്തിട്ടുമില്ല ഹൈ ക്രെഡിറ്റ് ലിമിറ്റ്. പിന്നെ ഞാൻ സ്ലൈസ് കാർഡ് നമ്മളൊന്നും എടുത്തിട്ടുമില്ല. അപ്പോൾ അധികം കാർഡ് നമ്മൾ വീഡിയോ പർപ്പസിനാണ് ആക്ച്വലി പോസ്റ്റ് പേ കാർഡ് എടുത്തത് തന്നെ. പക്ഷേ അതുകൊണ്ട് തന്നെ ഞാനത് ആദ്യത്തെ ഒരു മാസമൊക്കെ നല്ല യൂസ് ചെയ്യാൻ ഞാൻ പറഞ്ഞ പോലെ ക്യാഷ് ബാക്ക് നല്ല കാര്യമാണ്. പിന്നെ ഞാൻ അത്രയ്ക്ക് യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ ഒന്നും പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ആവശ്യത്തിന് ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് ഇല്ലാത്തവർക്കോ ക്രെഡിറ്റ് കാർഡ് പെട്ടെന്ന് കാശ് ആവശ്യം വന്നവർക്കൊക്കെ നമുക്ക് ശരിക്കും ഉപയോഗിക്കാം. എന്താ വെച്ചാൽ വിസ കാർഡാണ്, എല്ലാം വിസ കാർഡാണ്, നമുക്ക് 99% എല്ലായിടത്തും ഉപയോഗിക്കാം. അതുപോലെ നമുക്ക് EMI ഫീച്ചേഴ്സും ഉണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാർഡ് തന്നെയാണ്. പക്ഷേ ഫിൻടെക് കമ്പനിയായി ഇത് കൊടുത്ത് തന്നെ പേ ലേറ്റർ കാർഡ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് പേഴ്സണൽ ലോണായിട്ട് കാണിക്കുക. പിന്നെ നമ്മൾ അധികം എൻക്വയറീസ് ചെയ്യാണ്ടിരിക്കുക, നമ്മുടെ സിബിലിൽ എഫക്റ്റ് ചെയ്യും. പിന്നെ ഇവരത് പേഴ്സണൽ ലോണായിട്ടാണ് കൊടുക്കുക ഫുള്ളായിട്ട്. പിന്നെ ചില ക്രെഡിറ്റ് കാർഡ് കമ്പനികളും ഇത് പേഴ്സണലായിട്ടാണ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർ മാത്രമായിട്ട് ഒന്നും പറയാനൊന്നും പറ്റില്ല. ഇപ്പോൾ ചില ക്രെഡിറ്റ് കാർഡ് ചില പ്രൈവറ്റ് ബാങ്കുകളും ക്രെഡിറ്റ് കാർഡിൻ്റെ എടുത്ത് നമ്മൾ പേഴ്സണൽ ലോണായിട്ടാണ് കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ തന്നെ ഒരു ഫ്രണ്ട് നമ്മൾ പിന്നെ അത് ചേഞ്ച് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഈ ബാങ്കുകാർ കൊടുക്കുന്ന ഒരു ഇൻഫർമേഷൻ വെച്ചാൽ സിബിൽ റിപ്പോർട്ടിൽ വരിക, അതാണ് അത്രേ ഉള്ളൂ. പക്ഷേ ഈ പേ ലേറ്റർ കാർഡ് ഫുള്ള് പേഴ്സണലായിട്ട് തന്നെ കാണിക്കാം. അത് ഫുള്ള് നമ്മൾ പേഴ്സണലായിട്ട് അവിടെ എടുക്കും, അതിനാണ് കാണിക്കുന്നത്. പിന്നെ നമ്മൾ ക്ലോസ് ചെയ്ത് NOC സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കേണ്ടി വരും. ക്ലോസ് ചെയ്യണമെങ്കിൽ നമ്മളിത് അവരെ കസ്റ്റമർ സപ്പോർട്ടായിട്ട് കോൺടാക്ട് ചെയ്ത് ഇമെയിലിൽ കോൺടാക്ട് ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ ക്ലോസ് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് NOC സർട്ടിഫിക്കറ്റ് അയച്ചു തരാനൊക്കെ കാര്യങ്ങളൊക്കെ പറയണം. അത് നമ്മുടെ ഇപ്പോൾ Paytm പോസ്റ്റ് ഒക്കെ ഇല്ല, അതുപോലെ തന്നെയാണ്. വേറെ സംഭവമൊന്നുമില്ല, ഡിഫറൻസ് ഒന്നുമില്ല. സംഭവം തന്നെ ഞാൻ Paytm പോസ്റ്റ് കാർഡല്ല, Paytm പോസ്റ്റ് അങ്ങനെയാണ് ക്ലോസ് ചെയ്തത്. അവരായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാൻ പറഞ്ഞു, NOC അയക്കാൻ പറഞ്ഞു. അവർ ക്ലോസ് ചെയ്തിട്ട് ഒരു 2 ആഴ്ചയുടെ NOC ഒക്കെ അയച്ചു തന്നു. പിന്നെ NOC ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല. പിന്നെ ഇത് സിബിൽ ചേഞ്ച് ആവാൻ കുറച്ച് ടൈം കൊടുക്കട്ടെ, അത് വേറെ കാര്യമുണ്ട്. നമ്മൾ ക്ലോസ് ചെയ്താൽ തന്നെ അപ്പം തന്നെ സിബിൽ ചേഞ്ച് ആവുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഒരു മന്ത് വെച്ചാണ് സിബിൽ അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ ഇതൊക്കെയാണ് മെയിൻ ഡിഫറൻസ് വരുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ കാര്യവും പറഞ്ഞു വിചാരിക്കുന്നു. മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, നമ്മൾ അപ്പോൾ തന്നെ എല്ലാത്തിനും റിപ്ലൈ തരുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ക്രെഡിറ്റ് കാർഡും പേ ലേറ്റർ കാർഡും എല്ലാം സൂക്ഷിച്ച് ഉപയോഗിക്കുക. അതൊരു ഫൈനാൻഷ്യൽ സംഭവമാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു ഐഡിയ വെച്ച് എടുക്കുക. എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ഐഡിയാസും ഓരോരുത്തർക്കും ഓരോ യൂസേജൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ എനിക്കുള്ള യൂസേജ് ആയിരിക്കില്ല നിങ്ങൾക്കുള്ളത്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ യൂസേജ് അനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുക കേട്ടോ. അപ്പോൾ അത് നമ്മളൊരു ഡിസ്ക്ലൈമറായിട്ട് പറയാനത് നമ്മുടെ ഫൈനാൻഷ്യൽ ഡിസിഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങളെ സൂക്ഷിച്ചെടുക്കുക, സൂക്ഷിച്ച് ഉപയോഗിക്കുക, അത്രേ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും സംശയിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, നമ്മൾ ഫുൾ റിപ്ലൈ അപ്പോൾ തന്നെ കൊടുക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ഫോളോ ചെയ്യാൻ മറക്കണ്ട, ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ബൈ. ഓഫാവൂ.